മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേവലം ആശങ്കാജനകമല്ല, ഭയപ്പെടുത്തുന്നതാണ്. ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഇത്രയും കാലം നിഴൽ യുദ്ധങ്ങളിൽ മാത്രം ഏർപ്പെട്ടിരുന്ന രണ്ട് വമ്പൻ ശക്തികൾ, അതായത് അമേരിക്കയും ഇറാനും, ഇപ്പോൾ ഇതാ നേരിട്ട യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും അതിന് തിരിച്ചടിയായിട്ട് അമേരിക്ക നടത്തിയ വൻ വ്യോമാക്രമണങ്ങളും മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായും ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്താണ് പെട്ടെന്ന് ഇരു രാജ്യങ്ങളും നേർക്കുനേർ വരാൻ കാരണം? ഇതിന് പിന്നിലെ ആഗോള രാഷ്ട്രീയവും സാമ്പത്തിക പ്രതിസന്ധികളും എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് നോക്കാം. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാന്റെ അർദ്ധ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ്സ് ഈ ആക്രമണം നടത്തിയത്. ബഹ്റൈനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമായിരുന്നു ഇറാന്റെ പ്രധാന ലക്ഷ്യം. കടലിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നാവിക ഉപരോധം ലംഘിച്ച് ഇറാനിലേക്ക് ഇന്ധനവുമായി പോകാൻ ശ്രമിച്ച ഒരു എണ്ണക്കപ്പലിന് നേരെ മുൻപ് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുള്ള കൃത്യമായ പ്രതികാരമാണ് ഇതെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഇറാന്റെ മിസൈലുകളിൽ ഭൂരിഭാഗവും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ ബഹ്റൈൻ സംയുക്ത പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടു. കുവൈറ്റിലെ അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിട്ടെത്തിയ ഇറാനിയൻ ഡ്രോണുകളും US ഡിഫൻസ് സിസ്റ്റം വിജയകരമായി തകർത്തു. പക്ഷേ ഇതിന് മറുപടി നൽകാൻ അമേരിക്ക ഒട്ടും വൈകിയില്ല. തന്ത്രപ്രധാനമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ സ്ഥിതി ചെയ്യുന്ന ഹ്യുഷം ദ്വീപിലെ ഇറാന്റെ സൈനിക ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെയാണ് US സെൻട്രൽ കമാൻഡ് വൻതോതിലുള്ള വ്യോമാക്രമണം നടത്തിയത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താൻ ഇറാൻ ഉപയോഗിക്കുന്ന പ്രധാന താവളമാണിത്. തങ്ങളുടെ സൈന്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി നേരിടുമെന്ന കൃത്യമായ സന്ദേശമാണ് അമേരിക്ക ഇതിലൂടെ നൽകിയത്. ഈ സൈനിക നീക്കത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇറാനിലെ പ്രമുഖ വാർത്താ ഏജൻസികളായ ഫാഴ്സും തസ്നുമും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമേരിക്കയും ഇസ്രായേലുമായി നിലനിന്നിരുന്ന താൽക്കാലികമായ വെടിനിർത്തൽ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് ഇറാൻ പൂർണ്ണമായും പിന്മാറി. ചർച്ചകൾ കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്ന തിരിച്ചറിവാണ് ഇറാനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഈ വാർത്തകളെ പാടെ നിഷേധിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായിട്ട് തുടരുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാൻ ഒരു കരാറിലെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം വാഷിംഗ്ടണിൽ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആണവ ചർച്ചകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് ഉറപ്പു നൽകാൻ തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ ലെബനനിലെ സാഹചര്യങ്ങളും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ളയുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കും കൂടി പരിഹാരമുണ്ടായാൽ മാത്രമേ തങ്ങൾ ഏതൊരു സമാധാന കരാറിനും തയ്യാറാവുകയുള്ളൂ എന്ന ഈ ഒരു നിലപാടിലാണ് ഇറാൻ ഉള്ളത്. എന്നാൽ ലെബനൻ വിഷയത്തെ ഇതിൽ നിന്ന് വേറിട്ട് നിർത്തണമെന്നാണ് ഇസ്രായേലും അമേരിക്കയും ആവശ്യപ്പെടുന്നത്. പുറമെ സൈനികമായിട്ട് വലിയ ശക്തി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇറാനിന്റെ ആഭ്യന്തര സാഹചര്യം തികച്ചും ദയനീയമാണ്. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറാൻ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ പണപ്പെരുപ്പമാണ് അവിടെയുള്ളത്. ഇറാന്റെ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഉപഭോക്തൃ വില സൂചിക, അതായത് ഇൻഫ്ലേഷൻ റേറ്റ് മുൻവർഷത്തെ അപേക്ഷിച്ച് 77% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഒരു ദിവസത്തെ ആഹാരം കണ്ടെത്താൻ പോലും കഴിയാത്തൊരവസ്ഥയാണിപ്പോൾ. അമേരിക്കയുടെ ഉപരോധം കാരണം ഇറാന്റെ ജീവരക്തമായ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇതോടെ ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി. 2015 ഒരു അമേരിക്കൻ ഡോളറിന് 32,000 റിയാലായിരുന്നു വിനിമയ നിരക്ക്. ഇപ്പോൾ ഇതാ 17 ലക്ഷം റിയാലും കടന്ന് മുന്നോട്ട് പോവുകയാണ്. വാർഷിക പണപ്പെരുപ്പം ഉടൻ തന്നെ 80%-ലെത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധനായ സയ്യിദ് ലയാസ് മുന്നറിയിപ്പ് നൽകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഇറാന്റെ വിവിധ നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന വലിയൊരു ജനവിഭാഗമാണ് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപുമായിട്ട് ഒരു ഔദ്യോഗിക സമാധാന കരാറിലെത്താൻ സാധിക്കാതെ വരികയും ഉപരോധങ്ങൾ തുടരുകയും ചെയ്താൽ രാജ്യം വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ മോസീൻ ജലീൽവൻ വിലയിരുത്തുന്നത്. ഇനി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ തങ്ങൾ ഒരിക്കലും തല കുനിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. തങ്ങൾ ഒരു യുദ്ധത്തിലാണ് എന്നും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ സഹിക്കണമെന്നുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈവശം വെച്ചുകൊണ്ട് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ഇപ്പോഴും ശ്രമിക്കുന്നത്. ഈ പാത അടച്ചുപൂട്ടിയാൽ അത് ലോകമെമ്പാടും വലിയൊരു ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാകും. ഇതാണ് ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ സൈനിക ഏറ്റുമുട്ടൽ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഒരു വശത്ത് തങ്ങളുടെ സാമ്പത്തിക തകർച്ചയും ആഭ്യന്തര പ്രക്ഷോഭങ്ങളും മറച്ചുവെക്കാൻ ഇറാൻ സൈനികമായ ആക്രമണങ്ങൾക്ക്
തുനിയുമ്പോൾ മറുവശത്ത് തങ്ങളുടെ ആഗോള മേധാവിത്വം നിലനിർത്താനായിട്ട് അമേരിക്ക കൂടുതൽ കടുത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ശക്തി പ്രകടനങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരാണ്. യുദ്ധം ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല എന്നും നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നും ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഒരു സംഘർഷം മറ്റൊരു ആഗോള ദുരന്തത്തിലേക്ക് വഴിമാറാൻ അധികം സമയം വേണ്ടിവരില്ല. ആഗോള നേതൃത്വം എത്രയും വേഗം ഇടപെട്ട ഇരു വിഭാഗത്തെയും ചർച്ചകളുടെ മേശയിലേക്ക് തിരിച്ചു വരുമോ അതോ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായും കത്തിയെരിയുമോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.